വൈഫിനും അറിയാം, അവനും അറിയാം എന്താണ് സംഭവങ്ങളെന്ന് അവർ രണ്ടുപേർക്കും അറിയാം. പാവങ്ങളെ കൊന്നെടുക്കേണ്ട എന്താണ് എന്ത് കാര്യം ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കൊച്ചുമോനെ കൊന്നത്തേക്ക് ഞാനുണ്ടെങ്കിലും അപ്പോൾ സാഹചര്യം ചെയ്യും. എൻ്റെ ജ്യേഷ്ഠത്തെ കൊലപ്പെടുത്തുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനോടൊക്കെ ചത്തു പോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. 10 പേരും ഞാൻ മരണപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ശരിക്കും ഞെട്ടിലുളവാക്കുന്ന ഒന്ന് തന്നെയാണല്ലേ. മലയാളികൾക്ക് ഇന്നും ആ ഒരു മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിക്കുന്ന ആ ഒരു കൊലപാതകത്തിന്റെ ആ ഒരു ഞെട്ടിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല. വെഞ്ഞാറമൂട് എന്നുള്ള പ്രദേശം തന്നെ ഇപ്പോൾ വെഞ്ഞാറമൂട് അഫാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുൻപ് നമുക്കറിയാലോ, നമ്മുടെ പ്രശസ്ത നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ പേരിലായിരുന്നല്ലോ ആ ഒരു സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നത് മാറി അഫാൻ വെഞ്ഞാറമൂടായി. കാരണം നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അഫാൻ വെഞ്ഞാറമൂട് അല്ലെങ്കിൽ വെഞ്ഞാറമൂട് മർഡർ കേസ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു സെർച്ചിങ് ലിസ്റ്റിൽ കാണുന്ന പേരുകൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല കേരളം ഒന്നാകെ തന്നെ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പിതാവായ റഹീമ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തെ കാണുമ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര സങ്കടം തന്നെ തോന്നുന്നു. ആ ഒരു പിതാവിന്റെ ആ ഒരു മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മകൻ അല്ലെങ്കിൽ ഭാര്യയും ഇവരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു വ്യക്തിയുടെ കുടുംബത്തെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മായെ ചേട്ടനെ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ അദ്ദേഹം തരണം ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മാത്രം അറിയാം. എന്തായാലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ 11 പേരും എൻ്റെ മോനും മൂത്തോനും അഫാൻ ഇവിടെ തന്നെ ജനിച്ചത്. 4-5 വയസ്സ് വരെ ഇവിടെ തന്നെ വളർന്നു. ഉമ്മായും ഞാനും എൻ്റെ ഭാര്യയും അവനും ഉണ്ടായിരുന്നു. പിന്നെ സൗകര്യങ്ങളൊക്കെ വരാൻ പോവുകയൊക്കെ ചെയ്യും. ഞാനിവിടെ ഇതിലെ തന്നെ തങ്ങുന്നത്. അത് പോലീസ് ഇപ്പം സീൽ പൂട്ടിയിട്ടേക്കാണ്. ശരിക്കും ഇവിടെ തന്നെ പിന്നെ ഓർമ്മകൾ വരത്തില്ലല്ലോ. അവന്റെ മകന്റെ ഓർമ്മ, ഉമ്മയുടെ ഓർമ്മ. മകന്റെ ഓർമ്മ അല്ലെങ്കിൽ ഉമ്മയെ ഓർമ്മ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹം സ്വന്തം ഉമ്മയുടെ വീട്ടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആ വീട് കാണുമ്പോൾ ഇപ്പോഴും ഉമ്മായാണ് ഓർമ്മ വന്നത്. അതിൽ അവതാരകൻ ചോദിക്കുന്നുണ്ട് മകന്റെ ഓർമ്മ എന്നിട്ട് മകനെയല്ല ഉമ്മായാണ് ഓർമ്മ. അത് ശരിയാണ്. സ്വന്തം മാതാവിന്റെ ഓർമ്മയിൽ ആ ഒരു മകൻ അവിടെ നീറുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എപ്പോഴും അവിടെ വന്നിരിക്കുവാൻ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഈ തിട്ടയിൽ വന്നിരിക്കുമായിരുന്നു. റോട്ടിൽ കാണാനായിട്ട് വന്നിരിക്കും. എപ്പോഴും ഇല്ലാണ് ഇവിടെ കസേര മറ്റിരിക്കുന്ന കസേരയാണ്. ഒരിക്കലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മകനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഉമ്മ അല്ലേ? അതെ, വലിയ സ്നേഹമായിരുന്നു. ചെറിയ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു? 4-5 വയസ്സ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറിയത് പേര് ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾ മൊത്തം ഇവിടെ കിടക്കും. മൊത്തം ഇവിടെ തന്നെയാണ്. ഇക്ക ഓരോ ലീവിന് വരുമ്പോൾ ഇവിടെ തന്നെ വരുമായിരുന്നു കൂടുതൽ സമയം അമ്മയുടെ കൂടെ. ഞാൻ വരുന്ന അവിടെയാണെങ്കിലും പകൽ 5 വരെ രാത്രി നമുക്ക് പോവുകയും ചെയ്യുന്നു. മിക്കവാറും പകലും ഇവിടെ കാണും. ഇക്കയുടെ ഉമ്മ എന്താ ഈ വീട് വിട്ട് ഇങ്ങോട്ട് മാറാതെന്തായിരുന്നു? മകന്മാരെ വാപ്പ വെച്ച് കൊടുത്ത വീടാണ്. പഴയ 75 വർഷം 80 വർഷം പഴക്കമുള്ള വീടാണ്. ഞങ്ങളെല്ലാം ജനിച്ചും വളർന്നതും കല്യാണം കഴിച്ചു. ആ ഒരു വീട് ശരിക്കും നമ്മൾ ആ ഒരു മരണം നടന്ന സമയത്ത് ഞാനൊട്ട് വിചാരിച്ചില്ല ഇത്തരത്തിലുള്ള ഒരു വീടാണ് ഇവിടെ അവരുടെ ആ ഒരു ഉമ്മ താമസിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു വീട് കണ്ടപ്പം ശരിക്കും അവര് മക്കള് നല്ല രീതിയിലാണെങ്കിൽ പോലും സ്വന്തം ഭർത്താവ് പണിത ആ വീട്ടിൽ കഴിയാനാണ് ആ ഒരു റഹീമിന്റെ ഉമ്മ ശ്രമിച്ചത്. മകൻ അഫാൻ എത്തരത്തിൽ ചെയ്യുമെന്ന് ആ ഒരു പിതാവ് ഒരിക്കലും വിചാരിച്ചില്ല. ആ ഒരു ഉമ്മയുടെ ഓർമ്മകളിൽ തന്നെയാണ് റഹീം ഇപ്പോഴും കഴിയുന്നത്. കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവം കേൾക്കുകയാണ്. ഇത് എപ്പോഴാണ് ഇക്ക അറിയുന്നപ്പോഴായിരുന്നു? ഞാൻ സൗദി അറേബ്യയിൽ 3-3:30 മണി സമയം, ഏകദേശം ഇവിടുത്തെ 6 മണി സമയത്ത് ആരും പറയുവാണ് ടി വി കണ്ടു. അല്ല, എൻ്റെ പെങ്ങളെ മോനുണ്ടായിരുന്നു. വിളിച്ച് പറഞ്ഞത് ഉമ്മാരെ മരണം ആദ്യം പറഞ്ഞു. അപ്പോഴും അഫാനാണെന്ന് അറിയുന്നില്ല? അല്ല, അവൻ്റെ കാര്യം പറയുന്നില്ല. മരണപ്പെട്ടു എന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ തൊട്ട് പിറകെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, നവാസ് എന്ന് പറയും. അവൻ റിയാദുണ്ട്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ഇതുപോലെ എന്തോ നിന്റെ കൊച്ചുമോനെയും മയക്കത്തിൽ അടിച്ചെന്നാ പറ്റുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് തൊട്ടപ്പുറത്തൊരു പോലീസുകാരുണ്ട്. അയാൾ വിളിച്ചായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞാൽ അവിടെ എന്താ പോലീസും ഫയർഫോഴ്സും വന്ന് കിടക്കണമെന്ന് പറഞ്ഞു. നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ ദിവസം ഫുൾ ആയപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി. മനസ്സിലായി, എല്ലാം മനസ്സിലാക്കി. 5 പേര് സ്വന്തം മകൻ കൊന്നു. 5 പേരെ കൊന്നു. ഒരാളെ വൈഫിനെ ഇതുപോലെ സീരിയസ് ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ശരിക്കും പറയുക നിങ്ങൾ എങ്ങനെ അതിജീവിച്ചെന്നുള്ള ആ രാത്രി തുടർന്ന ദിവസങ്ങളൊക്കെ എങ്ങനെ അതിജീവിച്ചതിനെ? അതിജീവിച്ച് നമുക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തിപ്പിടിയില്ല. ആകെ മനോന്ന് തെറ്റൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. വാസ്തവത്തിൽ ഈ ഒരു വാർത്ത ന്യൂസുകൾ വന്നപ്പോൾ നമ്മൾ വന്ന് ഞെട്ടിപ്പോയില്ലേ. ഒരു ക്രൂര കൊലപാതകം, 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിൽ ഒരാളെ രക്ഷപ്പെട്ടു. 6 പേരെ കൊല്ലാൻ ശ്രമിച്ചില്ല, ഒരാളെ രക്ഷപ്പെട്ടു. സ്വന്തം മാതാവ് തന്നെയാണ്. ഇത് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇതെങ്ങനെ സാധിക്കും? അത് ആ ഒരു ടൈമിൽ അദ്ദേഹം ഗൾഫിലായിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു വാർത്താ ചാനലുകളെല്ലാം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വോയിസും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് എത്രയോളം ഒരു മാനസിക അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല
മനസ്സിലാകുന്നില്ല. എന്റെ കുടുംബത്തിന് വേണ്ടി താൻ ഗൾഫിലാണ്, അപ്പൊ തന്റെ കുടുംബത്തെ നോക്കേണ്ടവൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. ഈ അഫാനോട് സംസാരിക്കുന്ന എപ്പോഴായിരുന്നു? ഈ സംഭവത്തിൽ ഒരാഴ്ച മുന്നേ സംസാരിച്ചു. ഒരാഴ്ച മുമ്പ്. അന്ന് എന്തോ നിങ്ങൾ സംസാരിച്ചത്? നല്ല സ്നേഹത്തിലാണ് നിങ്ങൾ അച്ഛനെ പോലെ? ആണ്. എല്ലാ കാര്യവും സുഹൃത്തുക്കളെ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. 4 പേരും അങ്ങനെ കഴിഞ്ഞത് വിരോധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇവൻ അത്രയും പക്വതയുള്ളതിനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തറിയുന്നത് ഈ കടബാധ്യതയിലെ 23 വയസ്സുകാരനായ പയ്യന്റെ ചുമലിലേക്ക് വന്ന് മാനസികമായിട്ട് തളർച്ചയുണ്ടായിരുന്നു. അത്രയും പക്വത ഉണ്ട്. അവൻ അങ്ങനെയുള്ള കടബാധ്യതകളൊന്നുമില്ല. കടബാധ്യതയൊന്നും അവനില്ല. ഞാനിവിടെ വന്നതിന് ശേഷം ഇത്രയും കടബാധ്യതയൊന്നും ഞാൻ അറിയുന്നത് തന്നെ. എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. എനിക്കവിടെ കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് വീടും വരണം വിൽക്കാൻ, എന്നിട്ട് നമുക്ക് വേറെ ഒരു വീടും നമുക്ക് വാങ്ങിച്ച് നമുക്ക് നല്ല അന്തസ്സായിട്ട് ബാധ്യത ഇല്ലാതെ കഴിയാമെന്ന് പറഞ്ഞതാണ്. അവൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയതും പല ആൾക്കാരെ കൊണ്ട് ബ്രോക്കർമാരോട് പറയുന്നതും പല ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ നോക്കി. പക്ഷേ കച്ചവടം നടന്നില്ല. ഇത്ര കടബാധ്യത വരേണ്ട കാര്യം എന്താണ്? കടബാധ്യത എനിക്കറിയത്തില്ല. ബന്ധുക്കളെ കടബാധ്യത അറിയത്തില്ല എന്താണെന്നുള്ളത്. ഈ 65 ലക്ഷം ഉണ്ടെന്നൊക്കെ പറയുന്നത് സത്യമാണോ? ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഒരു കുടുംബസ്ഥനാണ് അന്വേഷിക്കേണ്ട ബാധ്യത ഇല്ലേക്കില്ലേ? എനിക്കറിയത്തില്ലായിരുന്നു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര ബാധ്യത എന്നോട് പറഞ്ഞിട്ടില്ല. ഭയങ്കര ബന്ധമാണെന്ന് പറയുമ്പോൾ ഈ ബാധ്യതയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ബാധ്യത ഉള്ളവർക്കറിയാം. ബാങ്കിലെ കുറച്ച് ബാധ്യതയും വീടിന്റെ ബാങ്കിലെ ഈ കുറച്ച് ബാധ്യത ഉണ്ട്, ഒരു ലോണുണ്ട്, കുറച്ച് സ്വർണ്ണാഭരണങ്ങളും പൈസയും പലിശക്കാരും തന്നിട്ടുണ്ടായിരുന്നു. ആ ബാധ്യത രണ്ടും എനിക്കറിയാന്നുള്ളൂ. മറ്റു ബാധ്യതയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ ഒരു പിതാവിന് പോലും ഇവരുടെ ഈ കടബാധ്യതയെ കുറിച്ച് അറിയില്ല. മാതാവായ ഷെമിയും അതുപോലെ മകൻ അഫാനും കൂടി നടത്തിയ ഇത്രയധികം ഒരു കടബാധ്യത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ. അഫാന്റെ ഉമ്മ അഫാനെതിരെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊഴിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് 35 ലക്ഷത്തിന്റെ കടമുണ്ട്. 35 ലക്ഷം എന്നല്ല, അതിനൊക്കെ മേലെ ഉണ്ട്. അത് എന്തായാലും അവരുടെ ആരോഗ്യസ്ഥിതി ആയതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ കൂടുതലൊന്നും ആ ഒരു രീതിയിൽ ചോദിക്കാത്തത്. എന്തായാലും ഈ ഒരു കടബാധ്യത എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ഈ ഒരു റഹീമിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ ഈ ഒരു കടം വന്നു എന്നുള്ളത്. അതും ഈ ഒരു അവസ്ഥയിൽ തന്റെ ഭാര്യ പോലും അത് പുറത്ത് പറയുന്നില്ല. മാനസികാവസ്ഥ എന്തെങ്കിലും ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പുറത്ത് വരുന്ന മുഴുവൻ അങ്ങനെയാണല്ലോ. അതിൽ വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. നമുക്ക് തന്നെ വിശ്വാസം പറഞ്ഞത് ഇപ്പോഴും. നിങ്ങൾ തമ്മിൽ അനുസരിച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടോ? മകനോട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അല്ല ചോദിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കണ്ടേ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമില്ല. അല്ല ഇന്നലെ ആ സംശയം മനസ്സിൽ നിൽക്കില്ല. എന്തിനാടാ നിന്റെ കുഞ്ഞനുജനെ അല്ലെ എന്റെ ഇളയ മോനെ കൊണ്ടുവന്നൊക്കെ അവർക്ക് രണ്ടുപേർക്കും അറിയാം. എന്റെ വൈഫിനും അറിയാം, അവനും അറിയാം എന്താണ് സംഭവങ്ങൾ അവർ രണ്ടുപേർക്കും അറിയാം. ഇവിടെ പിതാവായ റഹീം എടുത്തു പറയുന്നുണ്ട് തന്റെ മകനെ കാണണ്ട. എങ്ങനെ കാണണം തോന്നും? സ്വന്തം ഉമ്മ, സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം മകൻ, ഇളയ മകൻ, അത് എന്താ പറയാ, ഇതൊക്കെ ആ ഒരു നഷ്ടം അദ്ദേഹത്തിന് മാത്രമേ ആ വേദന എന്താണ്. പക്ഷെ ഈ ഒരു സ്ഥാനത്ത് ഭാര്യയായ ഷെമി ആഗ്രഹിക്കുന്നതോ മകനെ കാണണം, മകനെ പുറത്തിറക്കണം, എനിക്കിനി അവനേ ഉള്ളൂ, അവൻ ജീവനോടെ വേണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ സംസാരം. എന്തായാലും കഴിഞ്ഞ ദിവസം അവർ ലാസ്റ്റ് ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഫാൻ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യമാണ്. എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ മാതാവ് ഷെമി ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞത്. അതല്ല എങ്കിൽ പോലീസുകാർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചിട്ടുണ്ടാകാം. ഇവർ ഇപ്പോഴും ആ ഒരു മകനെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ മറിച്ച് ഈ പിതാവ് പറയുന്നത് എനിക്ക് ആ മകനെ കാണണ്ട, മകനായിട്ട് യാതൊരു കോണ്ടാക്റ്റും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അറിയാൻ പറ്റുമായിരിക്കും. ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് ധരിപ്പിച്ച കാര്യം, മരണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും വിശ്വാസമില്ല, അവൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയാം. ഈ ബുദ്ധിക്കോ അല്ലെങ്കിൽ മനസ്സോട് എന്തെങ്കിലും പ്രശ്നമുള്ളതാണ്? ഒരു കുഴപ്പമില്ല. നല്ല മിടുക്കനായ പയ്യനാണ്. ഒരു ബുദ്ധിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഈ ജോലിക്ക് പിന്നെ എന്താ പുള്ളി പഠിച്ച് ജോലി നടത്തിണ്ടായിരുന്നു? എനിക്ക് ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നു. ഞാൻ സമാധാനപ്പെട്ടുന്നില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ്. ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ അറിയാമായിരുന്നു? അവസാനമായിട്ടുള്ള അറിയാം. അത് ഇപ്പം പറഞ്ഞായിരുന്നോ? അല്ല, എൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ എൻ്റെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവനോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒന്നുമില്ല, അപ്പം ഒരു മോനെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൊച്ചുമോനെയും ചോദിച്ചു പറഞ്ഞു അല്ല കാക്ക കള്ളം പറയണതാണ്. അവർ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയുടെ കൊണ്ട് ഞാൻ അയച്ചു തരാം. അയച്ചു ഞാൻ കാണുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇഷ്ടമാണ് അതാണ് ഇതാണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 27 വയസ്സൊക്കെ ആവണം, എന്നിട്ട് സ്വന്തമായി നിലനിൽപ്പണം, തൊഴിൽ വേണം. എന്നിട്ട് നമുക്ക് എന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് വിവാഹത്തിൽ തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത്ര പേർക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും ഇതിനിടയിൽ അകപ്പെട്ടു പോയ 2 പേർ, ശരിക്കും ആ ഒരു 2 മരണങ്ങളാണ് നമുക്ക് ഏറ്റവും വേദന ഉണ്ടായത്. ഒന്ന് അനുജനായ അഫ്സാന്റെയും മറ്റൊന്ന് പെൺസുഹൃത്തായ ഫർസാനയുടെയും. ഇവർ 2 പേരുടെ മരണം ശരിക്കും മലയാളികളെ ഭയങ്കര സങ്കടത്തിലാഴ്ത്തിയതാണ്. ഇവർ 2 പേർക്കും എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഫർസാന ചെയ്തത് എന്താണ്? താൻ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു, അതിനുള്ള ശിക്ഷയാണ് അഫാൻ കൊടുത്തത്. മറ്റൊരിടത്ത് അഫ്സാന്റെ കാര്യം നോക്കുമ്പോൾ അവനും എന്ത് തെറ്റാണ് ചെയ്തത്? 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവന് ഇനി അവൻ ജീവിക്കേണ്ടവനാണ് അല്ലെ, ഇനിയും എന്തൊക്കെ ഈ ലോകം എന്താണെന്ന് അവൻ അറിയേണ്ടവനാണ്. ആ ഒരു ചുറ്റിക എടുത്ത് അവനെ അടിക്കാൻ എങ്ങനെയാണ് ഈ ക്രിമിനലിന് തോന്നിയത്? ശരിക്കും ഇതൊക്കെ ആ ഒരു കുറേയേറെ ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. മാതാവായ ഷെമിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം.
ആ ഒരു കാര്യം അവർ പുറത്ത് പറയുന്നില്ല. എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഈ ഒരു ക്ഷമിക്കണം അത് ഈ ഒരു റഹീം എടുത്ത് പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ള മെയിൻ കാരണം ഇവർ രണ്ടുപേർക്ക് മാത്രമാണ് അറിയാവുന്നത്. പക്ഷെ അവരാരും പുറത്ത് പറയുന്നില്ല. എന്തൊക്കെ തെളിവെടുപ്പുന്ന രീതിയിൽ എന്തൊക്കെ പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അഫ്ഫാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉമ്മ ഷെമി പറയുന്നതോ മകനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവന് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കും ഗൾഫിൽ നിന്നല്ലോ? വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ 2 വൈഫിൻ്റെ പേർക്കും അവൻ്റെ പേർക്കും തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ കാര്യത്തിൽ ഒന്നും മുടക്കം വരുത്തില്ല? ഇല്ല. 2-2.5 മാസം കൊണ്ട് ഞങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റുന്ന സാഹചര്യം കൊണ്ട് അയച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ ഞാൻ വീട്ടിലുള്ള ഇല്ലെങ്കിൽ വീട്ടിലുള്ള പൈസ അയച്ചു കൊടുക്കുവാനും 1 മാസം അയച്ചിന് പിറ്റേ മാസം ചേർത്ത് അയച്ചു കൊടുക്കുവാനും. ഇതിപ്പം ഇവിടുത്തെ ഇക്കയുടെ അമ്മ, സ്വന്തം അമ്മയാണ് ഒരാൾ. ഈ അമ്മയെടുത്ത് വൈരാഗ്യം വരേണ്ട കാര്യം എന്തായിരിക്കും? അമ്മ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പൈസയായിട്ട് സ്വർണ്ണമായിട്ട് കൊടുക്കുന്ന ആളല്ലേ? എന്താണ് വൈരാഗ്യം എന്ന് വെച്ചാൽ എനിക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. അതിനെക്കുറിച്ച് എനിക്ക് സൂചനയില്ല. എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ അതും അറിയത്തില്ല. അമ്മയായിട്ടൊക്കെ നല്ല ഇതായിരുന്നു. വന്നാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. ഇവൻ പറയുന്ന ന്യായീകരണം എന്താ വെച്ചാൽ ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കുഞ്ഞനുജന്, അമ്മ അഫ്സാന. ആ ഒരു കാരണമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 3 പേരെ കൊലപ്പെടുത്തിയത്. ഇക്കാരോട് യോജിക്കുന്നുണ്ടോ? എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ ബാക്കി ഉമ്മയൊക്കെ കൊലപ്പെടുത്തണവൻ, ഉമ്മയെ ജ്യേഷ്ഠത്തെ കൊലപ്പെടുത്തുന്നതാണ്. ശരിയാണല്ലേ ഇവിടെ റഹീം പറഞ്ഞത്? അവനെ ഇഷ്ടപ്പെട്ട അഫ്സാന അല്ലെങ്കിൽ ഉമ്മ ഇവരെ ആ ഒരു കാരണം പറഞ്ഞാണ് കൊലപ്പെടുത്തിയത്. അല്ലെങ്കിൽ അഫ്സാനെ കൊന്നത് തന്നെ അവൻ ഒറ്റയ്ക്കായി പോകും, അതുപോലെ ഫർസാനെ കൊലപ്പെടുത്തിയതും ഫർസാനയും ഒറ്റയ്ക്കാകും എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ റഹീം ചോദിച്ച ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഉമ്മായും അതുപോലെ ജ്യേഷ്ഠനെയും അവരെ ഒന്നും അറിയാത്ത അവരുടെ ഭാര്യയൊക്കെ കൊലപ്പെടുത്തിയത്? അതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? ഇവിടെ റഹീമും അവൻ പറയുന്ന കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല. ഈ അനിയനെ വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ഞുപോലെ അതെ. എന്നെ വാപ്പയില്ലെങ്കിൽ വാപ്പ കൊണ്ടു നടന്ന ആളാണ്. അവൻ എന്തിനും ചെയ്തെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് അറിയത്തില്ല. ഞാനില്ലെങ്കിൽ എൻ്റെ കുറവ് അറിയിച്ചിട്ടില്ല. വാപ്പയില്ലെങ്കിലും അവനെ ഇപ്പം ഇങ്ങോട്ട് എവിടെ പോയി കൊണ്ടുപോകും, ആഹാരം ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിച്ചു കൊടുക്കും, എല്ലാം ചെയ്തത് തന്നെയാണ്. അല്ല, ഇത്രയൊക്കെ ഇവരോടൊക്കെ വലിയ ഇവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ പറ്റി ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ ആ കൂട്ടത്തിൽ ഇവനോട് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ ഓർമ്മകളെല്ലാം ഇവന് വേട്ടയിടത്തില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നത് അവനോട് ചത്തുപോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ അത് മരിച്ചു കൊടുത്ത് 2 പേര് മരിച്ചു കണക്കാക്കാമായിരുന്നു. ഇക്കാലാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ മരിച്ചാൽ മതി. അതെ, 2 ആൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾ മക്കളില്ലാത്ത അവസ്ഥയായി, അതുപോലെ കണക്കാക്കാമായിരുന്നു. ഇതെന്താ ഈ അനിയൻ്റെ മുഖവും ഈ പറയുന്ന അഫ്സാനയുടെ മുഖവും അല്ലെങ്കിൽ അമ്മയുടെ മുഖമൊക്കെ അവനെ വേട്ടയാടുമല്ലോ. നല്ല ബോധമുള്ള പയ്യനല്ലേ? അവൻ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? അതിനെക്കുറിച്ച് അവനെ കണ്ടിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ശ്രമിക്കുന്നില്ല, കാണാൻ വേണ്ട. എന്നാലും ചോദിക്കണ്ടേ? ഉള്ളിൻ്റെ സംശയം ചോദിക്കണ്ടേ? എന്തിനാണ് എൻ്റെ ജീവൻ തുറച്ചില്ല? ഞാനിപ്പം ചോദിക്കാനില്ല. അത് പോലീസുകാർ ഇവിടെ ആ ഒരു പിതാവ് പറയുന്നത് കേട്ടോ, അഫാന് മരിച്ചാൽ മതിയായിരുന്നു, കാരണം അല്ലെങ്കിൽ 2 മക്കൾ മരിച്ചു എന്നുള്ളത് തന്നെ ശരിക്കും അത് തന്നെയല്ലേ മലയാളികൾ ആഗ്രഹിക്കുന്നത്. നിരപരാധികളായ 5 പേര് മരണപ്പെടുകയും തെറ്റ് ചെയ്ത 2 പേര് ഇപ്പോഴും ജീവിക്കാനുള്ള ഒരു അവകാശം, ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കിടക്കുകയാണല്ലേ അവർ. ഒരു കണക്കിന് നോക്കുമ്പോൾ അഫാനും ഇപ്പോൾ ജയിലിലെ സുഖജീവിതം പോലെ ആണല്ലേ, ആവശ്യത്തിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മാതാവായ ഷെമിക്ക് ഒരു വീട് 24 ന്യൂസ് ചാനൽ വെച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. കയറി കിടക്കാൻ വീടില്ല എന്ന് പറയുന്നത് വീടുണ്ട്, പക്ഷെ ആ ഒരു അവസ്ഥയിൽ ആ വീട്ടിലേക്ക് അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം മരണം നടന്ന വീടാണ്. അപ്പോൾ അവിടെ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് അവിടെ കഴിയാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. വീട് കൊടുക്കുന്നതിനോട് ഒരുപാട് പേര് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 24 ന്യൂസ് ചാനലിന്റെ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന് താഴെ വന്ന കമന്റ് ബോക്സിൽ നിറയെ ഇതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു വന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ടത് ആ പിതാവായ റഹീമിനെയാണല്ലേ. അപ്പം റഹീമിന് അത്തരത്തിലൊരു സഹായം കിട്ടുന്നത് നല്ലതാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു പിതാവായ റഹീമിനെ മാത്രമാണ്. അവരുടെ ഉമ്മ തെറ്റ് ചെയ്തു, മകൻ തെറ്റ് ചെയ്തു, അതൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് റഹീമിനും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു കടബാധ്യത തീരേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്ക പരിപാടിയായി ഒരു സ്വന്തം വീട്ടിൽ പോലും കയറാൻ അല്ലെങ്കിൽ ദുരന്തം നടന്ന വീട്ടിലോട്ട് പോയായിരുന്നോ? വീട്ടിൽ ഞാൻ പോയില്ല. തൊട്ടിപ്പുറത്തുള്ള വീട്ടിൽ ഞാൻ പോയായിരുന്നു. എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ ഞാൻ പോയി. വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇല്ല. ആ വീടിന്റെ അവസ്ഥ എന്താ? ഇനിയിപ്പം ഒരു ഇതായിട്ട് കിടക്കട്ടെന്നോ അതോ വിൽക്കുകയൊക്കെ വേണ്ട? എന്തെങ്കിലും ചെയ്യണം. കുറച്ചൊക്കെ കഴിഞ്ഞ് പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളോട് ഇപ്പം ഈ അച്ഛനോടോ അല്ലെങ്കിൽ ക്ഷമിയോട് ഭാര്യയോടൊക്കെ ഒരു ദേഷ്യം നാട്ടുകാർക്കുണ്ടോ? ഈ മകനെ സൃഷ്ടിച്ചു വിട്ടുള്ള ദേഷ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകണമല്ലോ. അങ്ങനെ ഉണ്ടാകും. ജന്മം നൽകിയവരോട് എന്നോട് ചില പ്രദേശം ഉള്ള ആൾക്കാർ കാണും. അത് സ്വാഭാവികമാണ്. ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മകൻ വേണ്ടാരും ചിന്തിക്കുന്നുണ്ടോ? മക്കൾ വേണ്ടത് ഒരു രക്ഷത്തോളം ചിന്തിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ വഴിതെറ്റി പോയതൊക്കെ ആയതുകൊണ്ട് അവനെ അത്രയും പൊന്നുപോലെല്ലാം വളർത്തിയത്. അവൻ്റെ ആവശ്യങ്ങളെല്ലാം പഠിപ്പിച്ച് മിടുക്കനാക്കിയല്ലേ? അവൻ്റെ എല്ലാ ആവശ്യങ്ങളും സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് വല്ല നിക്കായും കൂടെ കൊലപ്പെടുത്തുന്നു തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും സംഭവിക്കുമായിരിക്കാം.
അവനെ അപ്പോഴെന്താണ് തോന്നുന്നത് നമുക്കറിയത്തില്ലല്ലോ. എൻ്റെ കൊച്ചുമോനെ കൊന്ന സ്ഥിതിക്ക് ഞാനുണ്ടെങ്കിൽ അപ്പോൾ സാഹചര്യം ചെയ്യുമായിരിക്കും. അത് ഉറപ്പാണ്. റഹീമിനെയും ഈ ഒരു അഫാന് കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. പോലീസിനോട് അഫാൻ പറഞ്ഞ കാര്യമാണ്. അതുമല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം അവൻ ആ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിട്ടാണ് എലിവിഷവും കഴിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വീട് മൊത്തത്തോടെ ഇല്ലാതാവാനും ഇനി ആ പിതാവ് വരുമ്പോൾ ആ വീട്ടിൽ താമസിക്കരുത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു അഫാന്റെ മനസ്സിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും പിതാവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിതാവിനെയും കൊല്ലുമായിരുന്നു. അത് 100% ഉറപ്പ് തന്നെയാണ്. ഈ ബാക്കി രണ്ടുപേരുടെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥയിലുള്ള ആളാന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഒരു വൈരാഗ്യം മനസ്സിൽ നീ കാണുമായിരിക്കും. ആയിരിക്കും ചിലപ്പോൾ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തുമില്ല. ഇനി പിക്കയുടെ ഭാവി എന്താ? ഇനിയിപ്പോൾ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞൊരു പോക്ക് എനിക്ക് ഇല്ല. സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ അതിന് പോകാൻ പറ്റില്ല. ചികിത്സയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അവനെ തിരക്കാറുണ്ടോ? എന്നും ചോദിക്കാറുണ്ട്. അവനെ കാണണമെന്ന് പറയുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു പാറ്റയെ പോലും കൊല്ലെങ്കിൽ പാറ്റയെ കണ്ട പേടിക്കുന്നു, അങ്ങനെ കൊല്ലുമെന്നാണ് ചോദിക്കുന്നത്. അതാണ് അമ്മയുടെ മനസ്സല്ലേ. പക്ഷെ അച്ഛൻ നേരെ തിരിച്ചാ അവനെ കാണണ്ടെന്ന് പറഞ്ഞു. നീ കാണണ്ടല്ലോ. അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞ കൊണ്ടുവരും, കാണിക്കൂ. ഞാൻ കൊണ്ടുപോകത്തില്ല. അല്ല, ഭാര്യ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തു, കണ്ടാ പറയൂ. ഞാൻ അത്ര എനിക്ക് പറയാൻ പറ്റുമോ? കണ്ടെന്ന് തന്നെ പറയും. കാണണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറ്റു ഭാഗത്തിൽ പോയി കാണാൻ ഞാൻ കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊണ്ട് കാണിക്കുക മറ്റെന്തെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കൊലപാതകം 5 പേരുടെ കൊലപാതകം കഴിഞ്ഞപ്പം 5 അല്ല 6 പേരെ കൊന്നു എന്നായിരുന്നല്ലോ അഫാൻ വിചാരിച്ചിരുന്നത്. ഇതിനുശേഷം 2 പേരെയും കൂടെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. 2 അല്ല 3 പേരെ, ടോട്ടൽ 9 പേരെയാണ്. അത് ഓരോന്നായിട്ടാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. 2 പേരെന്ന് വെച്ചാൽ തട്ടത്തെ മലയിലെ ഒരു റിലേറ്റീവ് തന്നെ അവരുടെ ഉമ്മായും മകളെയും കൊല്ലാനുള്ള പ്ലാൻ അഫാൻ ഉണ്ടായിരുന്നു. അഫ്സാനെ കൊന്നതോടുകൂടി അവൻ തളർന്നു പോയി എന്നാണ് ഇവൻ കൊടുത്ത മൊഴി. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിന് മുതിരാത്തത്. അതുമല്ല, ഇവന്റെ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലായത് ഒരു യുവതിയും കൂടെ കൊല്ലാനുള്ള ഇവന് പ്ലാൻ ഉണ്ടായിരുന്നു. അതും ഈ ഒരു വാട്സപ്പ് ചാറ്റ് വഴി തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ശരിക്കും ഈ ഒരു പിതാവ് പറയുന്നത് ഒരു കൊല്ലാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ പിതാവിന് അറിയില്ല. പക്ഷേ കടങ്ങളാണ് ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പിതാവ് വിശ്വസിക്കില്ല. കടങ്ങൾ നമുക്ക് എങ്ങനെയും തീർക്കാൻ സാധിക്കുകയില്ലേ. കാരണം കടം എന്നൊരു കാര്യം ഒരു കാരണമായി പറഞ്ഞാൽ ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കേണ്ടതാണ്, എത്രയോ വീടുകളിൽ കൊലപാതകങ്ങൾ നടക്കും അല്ലെ. അപ്പൊ കടം എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമല്ല. ഇത് സാധാരണക്കാരായ നമ്മൾക്ക് പോലും മനസ്സിലാകും. അതുപോലെ തന്നെയാണ് പിതാവ് ഇവിടെ വിശ്വസിക്കുന്നത്. ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ആ ഉമ്മയ്ക്കും മകനും അവർക്ക് 2 പേർക്കും കൃത്യമായിട്ട് അറിയാം എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ബന്ധുക്കൾക്കിടയിലൊക്കെ ഒരു വല്ലാത്തൊരു പറച്ചിൽ കാണുമായിരിക്കും. എന്തായാലും മകനല്ലേ, നിങ്ങൾക്ക് കുറ്റപ്പെടുത്തൽ ഇക്കാര്യം കാണുമായിരിക്കും. എന്നോട് ആരും ചോദിക്കാറില്ലെന്ന് പറയാറില്ല. സൗകര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നുണ്ട്. അത് ഇപ്പം ഞാൻ ഉള്ളത് അതിൽ സൗകര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ കേരളത്തിലെ ജനസമൂഹം മൊത്തം എന്നോടൊപ്പം ഞാൻ വിശ്വസിക്കും. ഉറപ്പായിട്ടുണ്ട്. ഞങ്ങൾ കേരള സമൂഹം മുഴുവനായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നത് കടം ഒരു കാരണമേ അല്ല. അത് മനുഷ്യൻ പരിഹരിക്കാൻ കേസല്ലോ. അത്രയുള്ള പരിഹരിക്കപ്പെടുന്ന പ്രശ്നമുള്ള കടങ്ങളൊന്നും അത്ര വലിയ കടങ്ങളൊന്നും ഉള്ളതല്ല. മാത്രമല്ല 2 ആമക്കളുണ്ട്, എല്ലാ വീട് വിറ്റാലും പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും എന്തായിരിക്കും ഒരു ഊഹം എനിക്കില്ല. എന്തിനും ചെയ്തെന്ന് വെച്ചാൽ അവന് മാത്രമേ അറിയാൻ പറ്റൂ എന്തുകൊണ്ടാണ് അത് ചെയ്തു എന്നുള്ളത്. ഈ പാവങ്ങളൊക്കെ ഒന്നും എടുക്കേണ്ട എന്ത് കാര്യം ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു കുടുംബം ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ കൊച്ചിൻ്റെ പറ്റിയുള്ള ഭാവി ആ കുടുംബത്തെ പോയി കാണാൻ സമാധാനിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ പല മാധ്യമങ്ങളിലും ഞാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോഴും. പക്ഷേ അവർക്ക് എന്നെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ രീതിക്ക് പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം പോകുന്നില്ല. എന്തായാലും അവരോട് പറയാനുള്ള എന്തൊക്കെ ആ കുടുംബത്തോട് നഷ്ടപ്പെട്ടു പോയതാണ്. അവർ എന്നെക്കാലം വേദന അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാം നമ്മുടെ വിധിയായി കണക്കാക്കാനേ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ജന്മത്തും അങ്ങനെ കാണുന്നില്ല എന്ന് വിചാരിച്ചു തീരുമാനിക്കുമോ? അച്ഛൻ അങ്ങനെ കാണാതിരിക്കാൻ പറ്റുമോ? കാണണ്ട എന്നൊരാഗ്രഹം എനിക്കില്ല. അവനെക്കാലം എനിക്ക് അവനെൻ്റെ മകൻ തന്നെ എന്നെ നഷ്ടപ്പെട്ടു പോയ മകനും എൻ്റെ 2 പേരും ഞാൻ മരണപ്പെട്ടതായിട്ടാണ് കണക്കാക്കണേ. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവാണ്. ഇവിടെ മാതാവിനും അതുപോലെ മകനും ഒരുപാട് കടങ്ങളുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് പറഞ്ഞത് അല്ലെ. മൊഴി മാറ്റി പറഞ്ഞിരുന്നല്ലോ. മകനാണ് കൊല്ലാൻ ശ്രമിച്ചതും പിന്നിൽ നിന്ന് ഷോള് കെട്ടിമുറുക്കിയിട്ട് വലിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെമി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയധികം കടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും തനിക്ക് ഇത്രയും കടം തരാനുണ്ട്, പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പരാതിയുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് ഈ ഒരു പോലീസുകാർക്ക് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരെ വലച്ചതും ഇതാണ്. ഒരുപാട് കടങ്ങൾ ഇവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആരും പണം തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും പരാതി കൊടുത്തില്ല. മേ ബി പലരും അന്ന് പേടിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലൊരു പരാതി കൊടുക്കാത്തത് എന്നും പുറമേ നിന്നുള്ള അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവന്റെ മൈൻഡ് എങ്ങനെയാണ് എന്നറിയില്ല. എന്തായാലും ഈ ഒരു മാതാവിന്റെ മൊഴി മാറ്റി പറഞ്ഞല്ലോ. അതിനുശേഷം അതായത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇത്ര തങ്ങൾക്ക് പണം തരാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ചധികം ആളുകൾ രംഗത്ത് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ഇവരെയും ചുവട് പിടിച്ചായിരിക്കും ഇനി ഒരു അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കം എന്നാണ്
അറിയാൻ സാധിക്കുന്നത്. 65 ലക്ഷത്തിന് കൂടുതൽ കടബാധ്യത ഉണ്ട് എന്നാണ് അഫാൻ പറഞ്ഞത്. 35 ലക്ഷത്തിന്റെ കടബാധ്യതയുണ്ട് എന്നാണ് മാതാവ് പറയുന്നത്. എന്നാൽ ഈ ഒരു കടബാധ്യത ഉള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ് പിതാവായ റഹീമും ഇവിടെ പറയുന്നത്. എന്തായാലും ചിലർ ഈ ഒരു പണം തരാനുണ്ട് എന്ന് പറഞ്ഞ് പരാതി വന്നല്ലോ. ഇനി അന്വേഷണ സംഘം ആ വഴിക്ക് പോകുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും ആ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു തെളിവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും അവസാന ഘട്ടത്തിലേക്ക്, ആ തെളിവെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. ഇതിനുശേഷം അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു.